ഹായ്, ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യണോ വേണ്ടേ എന്നുള്ളതിനെക്കുറിച്ച് കുറേ ഇങ്ങനെ ചിന്തിച്ചു. എന്നിട്ട് ചെയ്യുന്നതാണ്. അതായത് എൻ്റെ സുഹൃത്തുക്കൾ എന്ന് ഞാൻ കരുതിയിരുന്ന കുറച്ച് പേരുടെ കമൻറ്റ് ബോക്സുകളിൽ നിന്ന് ഞാൻ ചില കാര്യങ്ങൾ വളരെ സങ്കടപൂർവമായി കണ്ടെത്തുകയായിരുന്നു. അതിൽ ആ വ്യക്തികൾ പറഞ്ഞിരിക്കുന്ന കാര്യം, ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചിരിക്കുന്നത് എൻ്റെ ഭർത്താവിന് കഴിവില്ലാത്തത് കൊണ്ടാണ്. ശരിക്കും അവരുടെ മനസ്സിൻ്റെ വൈകല്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് തെളിയിക്കുന്ന ചില കമൻറ്റുകളാണ് ഞാൻ അതിൽ കണ്ടത്. ഇവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ സൗഹൃദങ്ങളെ ഏത് കണ്ണുകൊണ്ടാണ് കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു മനുഷ്യന് സൗഹൃദമുണ്ടാകുക, സൗഹൃദങ്ങളിലൂടെ അവരുടെ സ്നേഹം പങ്കുവയ്ക്കാൻ സമ്മാനങ്ങൾ കൈമാറുക എന്നുള്ളത് കാലമുണ്ടായ കാലം മുതലുള്ള ഒരു കാര്യമാണ്. ഈ ഒരു സമ്മാനം ഞാൻ കൈപ്പറ്റിയത് ഞാൻ പറഞ്ഞത് കൊണ്ടാണ് നിങ്ങൾ അറിഞ്ഞത്. അത് തന്ന ആൾ പറഞ്ഞിട്ടല്ല. അത് കിട്ടിയ ഞാൻ അതിൻ്റെ സന്തോഷത്തിൽ അത് എൻ്റെ സബ്സ്ക്രൈബേഴ്സിനെ അറിയിച്ചത് കൊണ്ടാണ് നിങ്ങളത് അറിഞ്ഞത്, അല്ലേ? അപ്പോൾ അവിടെയും ഞാനൊരു മെസ്സേജ് പാസ് ചെയ്തതാണ്. അതായത് സൗഹൃദം എന്ന് പറയുന്നത് ഒരാളോടും തെണ്ടുന്നതല്ല. സൗഹൃദത്തിൻ്റെ പുറത്ത് നമുക്ക് സ്നേഹം പങ്കുവയ്ക്കപ്പെടാം എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു മെസ്സേജ് പാസ് ചെയ്തത്. എന്നാൽ കുറേ നാളുകൾക്ക് ശേഷം ഒരാളുടെ കമൻറ്റ് ബോക്സിൽ ഞാനിങ്ങനെ ഒരു കാഴ്ച കണ്ടു. ഇങ്ങനെ ആണുങ്ങളുടെ കയ്യിൽ നിന്നും സമ്മാനം വാങ്ങേണ്ട ഒരു ഗതികേട് എനിക്കില്ല, എൻ്റെ ഭർത്താവ് കഴിവുള്ളവനാണ് എന്ന് പറഞ്ഞാൽ, സമ്മാനം വാങ്ങിച്ച ഞാൻ എൻ്റെ ഭർത്താവിന് കഴിവില്ലാഞ്ഞിട്ടാണ് ഞാൻ മറ്റൊരാളുടെ കയ്യിൽ നിന്ന് സമ്മാനം വാങ്ങിച്ചത് എന്നാണ്. അപ്പോൾ ഇവിടെ ഞാൻ എൻ്റെ ഭർത്താവിൻ്റെ കഴിവുകളെക്കുറിച്ച് മറച്ചു വയ്ക്കുന്നത് തെറ്റാണ് എന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം പറയുന്നത്. അതുപോലെ തന്നെ ആ ഒരു പോസ്റ്റ് കുറച്ച് ദിവസങ്ങൾ മാത്രം പഴക്കമുള്ള എനിക്ക് സമ്മാനം തന്ന ആളുടെ കമൻറ്റുകളും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹം അത് സമ്മതിക്കുന്നത് പോലെ എനിക്ക് തോന്നി. എൻ്റെ തോന്നലായിരിക്കാം. എൻ്റെ ഭർത്താവ് കഴിവില്ലാത്ത ഒരാളല്ല. അദ്ദേഹം എന്നെ കല്യാണം കഴിക്കുന്ന സമയത്ത് ഞാനൊരു ദരിദ്ര ഫാമിലിയിലുള്ള ഒരാളായിരുന്നു. എൻ്റെ ദരിദ്രമായ അവസ്ഥയെ അംഗീകരിച്ചുകൊണ്ടാണ് അദ്ദേഹം എന്നെ കല്യാണം കഴിക്കുന്നത്. അങ്ങനെ കല്യാണം കഴിച്ചതിന് ശേഷം എനിക്ക് ഇങ്ങോട്ട് സ്വർണം കൊണ്ടു തന്ന് എന്നെ കല്യാണം കഴിച്ച ഒരാളാണ് ഇദ്ദേഹം. എൻ്റെ വീട്ടിൽ വന്നതിന് ശേഷം എൻ്റെ പഴയ ഡ്രസ്സുകളെല്ലാം തന്നെ എടുത്ത് കളഞ്ഞ് എനിക്ക് പുതിയ ഡ്രസ്സുകൾ വാങ്ങിത്തന്ന്, ഒരു നാടൻ രീതിയിൽ ജീവിച്ചിരുന്ന എന്നെ വളരെ മാന്യമായ എന്നെ കണ്ടാൽ ഞാൻ അത്രയും ദരിദ്രരായ ഒരു ഫാമിലിയിലുള്ള ഒരാളാണ് എന്ന് പോലും തോന്നാത്ത രീതിയിൽ സഡനായിട്ടാണ് എൻ്റെ രൂപമാറ്റം പോലും സംഭവിച്ചിട്ടുള്ളത്. പിന്നെ ഞാൻ കഴിച്ചിട്ടില്ലാത്ത ഭക്ഷണം വാങ്ങിച്ചു തന്നു. എന്നോടിങ്ങനെ ചോദിക്കും, നീ ഈ സ്ഥലത്ത് പോയിട്ടുണ്ടോ? ഞാൻ പോയിട്ടില്ല എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ എന്നെ കൊണ്ടുപോവുകയും, വളരെ ചെറിയ അദ്ദേഹത്തിൻ്റെ കണ്ണിൽ അദ്ദേഹത്തിന് സുഖമില്ലാതാകുന്നത് വരെ ഞാനൊരു കുഞ്ഞു കുട്ടി എന്നുള്ളൊരു പരിഗണനയിൽ തന്നെയാണ് എന്നെ നോക്കിയിട്ടുള്ളത്. എൻ്റെ മക്കളെ ആയിരുന്നാലും എങ്ങനെയാണ് പറയേണ്ടത്, തറയിൽ വയ്ക്കാതെ നോക്കുക എന്നൊക്കെ പറയില്ല, അങ്ങനെ തന്നെയാണ്. തറയിൽ വയ്ക്കാതെ നോക്കും. ശരിക്കും ആ ഒരാൾ വളരെ പെട്ടെന്നാണ് ഈ ഒരു അവസ്ഥയിലേക്ക് മാറുന്നത്. ഞാൻ ഒരു 15 വർഷത്തോളം ഒന്നും തന്നെ, എൻ്റെ ഭർത്താവ് എന്നെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് എൻ്റേതായ എല്ലാ കാര്യങ്ങളും
ഞാൻ സ്വയം ചെയ്യുന്ന ഒരാളായിരുന്നു. കാരണം ഞാനും ജോലിക്ക് പോകുന്ന ഒരാളാണ്, എൻ്റെ അമ്മയും ജോലിക്ക് പോകുന്ന ഒരാളാണ്. അത് കഴിഞ്ഞ് എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബത്ത് വന്നു. ഞങ്ങളൊന്നിനും ബുദ്ധിമുട്ട് അനുഭവിച്ചിട്ടില്ല. ആഹാരത്തിനായാലും വസ്ത്രത്തിനായാലും ഒരു രൂപയ്ക്ക് പോലും ഒരാളുടെ മുമ്പിലും ഞങ്ങൾക്ക് കൈനീട്ടേണ്ട ഒരവസ്ഥ അദ്ദേഹം വരുത്തിയിട്ടില്ല. എന്തൊരാവശ്യം പറഞ്ഞാലും അത് അദ്ദേഹം നടത്തി തരുമായിരുന്നു. അദ്ദേഹത്തിന് എന്ത് ബുദ്ധിമുട്ടാണെന്ന് പോലും ഞങ്ങൾ അറിഞ്ഞിട്ടില്ല, ഞങ്ങൾ അദ്ദേഹം അറിയിച്ചിട്ടുമില്ല. അത് കഴിഞ്ഞ് അദ്ദേഹം ഈ ഒരു രീതിയിൽ വീണു പോയപ്പോൾ ഞാൻ പതറിപ്പോയി എന്നുള്ളത് സത്യമാണ്. അതുകൊണ്ട് പോലും അദ്ദേഹം അങ്ങനെ വീണു പോയ സമയത്ത് പോലും ഒരാളുടെയും മുമ്പിൽ ചെന്നിട്ട് കൈനീട്ടാൻ എനിക്ക് തോന്നിയില്ല. കാരണം എൻ്റെ ഭർത്താവിന് ഓർമ്മ വരുന്ന ഒരു കാലത്ത് എൻ്റെ ഭാര്യ എനിക്ക് വേണ്ടിയിട്ട് മറ്റുള്ളവരുടെ മുമ്പിൽ കൈനീട്ടിയോ എന്നാലോചിച്ച് എൻ്റെ ഭർത്താവ് വേദനിക്കരുത് എന്നൊരാഗ്രഹം എനിക്കുണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ എൻ്റെ ആവശ്യങ്ങളോ എൻ്റെ ബുദ്ധിമുട്ടുകളോ ഞാൻ എൻ്റെ കുടുംബത്തിലുള്ളവരടുത്ത് പോലും പറഞ്ഞിട്ടില്ല. ഞാനും എൻ്റെ അമ്മയും അതിനെ വളരെ കണ്ണിങ്ങായിട്ട് ആ ഒരു അവസ്ഥയെ ആരെയും അറിയിക്കാതെ ഞങ്ങൾ തന്നെ ആ ഒരു രോഗാവസ്ഥയെ ഫേസ് ചെയ്യുകയാണ് ചെയ്തത്. ഇന്നും ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് നിങ്ങൾക്കറിയാം, ഒരു 6 മക്കളെയും ഒരു രോഗാവസ്ഥയിലുള്ള ഭർത്താവിനെയും നോക്കുക എന്നുള്ളത് ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ലോകത്തിലെ ഏറ്റവും വലിയ ടാസ്ക്കാണ്. അപ്പം അങ്ങനെ ഒരു ടാസ്ക് പോലും ഞാൻ ഏറ്റെടുത്തത് എൻ്റെ ഭർത്താവിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഭർത്താവ് ഒരിടത്ത് പോലും അദ്ദേഹത്തിൻ്റെ തല കുനിഞ്ഞു പോകരുത്, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ ആലോചിച്ച് എൻ്റെ രോഗാവസ്ഥയിൽ അവൾ ഇങ്ങനെ ആയിപ്പോയല്ലോ എന്ന് ചിന്തിക്കുന്ന ഒരവസ്ഥ വരരുത് എന്ന് പറഞ്ഞിട്ട് 6 മക്കളെയും നെഞ്ചോട് ചേർത്ത് എൻ്റെ ഭർത്താവിനെയും കൊണ്ട് ഞാൻ ഇത്രയേറെ കഷ്ടപ്പെട്ട് ഞാൻ ജീവിക്കുമ്പോൾ ആ ഒരു കമൻറ്റ് എന്നെ അത്രയേറെ വേദനിപ്പിക്കുന്നു. കാരണം ഞാൻ സ്നേഹസമ്മാനമായി വാങ്ങിച്ച ഒരു മുതലിനെ എൻ്റെ ഭർത്താവിൻ്റെ കഴിവില്ലായ്മയായിട്ട് ചിത്രീകരിച്ചെങ്കിൽ അവരുടെ മനസ്സിൻ്റെ വൈകല്യത്തെക്കുറിച്ച് എനിക്ക് പറയാൻ വാക്കുകളില്ല. എൻ്റെ ഭർത്താവിനെ ഞാൻ ആദ്യമായി കാണുമ്പോഴല്ല, ഫസ്റ്റ് ടൈമിൽ ഞങ്ങൾ കണ്ട് പരിചയപ്പെട്ട് സംസാരിക്കുന്ന ഒരു സമയത്ത് ഒരു ദിവസം ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, എനിക്ക് വിശക്കുന്നു, ഞാൻ ആഹാരം കഴിച്ചിട്ട് 3 ദിവസമായി, എനിക്ക് എന്തെങ്കിലും വാങ്ങിത്തരാൻ പറ്റുമോ? അന്ന് എൻ്റെ കയ്യും പിടിച്ചും കൊണ്ട് അദ്ദേഹം തിരുവനന്തപുരത്തുള്ള ബസ് സ്റ്റാൻഡിനടുത്തുള്ള ഒരു കോഫി ഹൗസിൽ കൊണ്ടുപോയി 3 പൂരിയും ഒരു കടലക്കറിയും ഒരു കോഫിയും വാങ്ങിച്ചു തന്നു. ഇന്ന് ഞാൻ ഒരുപാട് ടേസ്റ്റുള്ള ഭക്ഷണങ്ങൾ കഴിച്ചിട്ടുണ്ട്. എൻ്റെ ഭർത്താവ് എന്നെ 5 സ്റ്റാർ ഹോട്ടലിൽ കൊണ്ടുപോയി ഭക്ഷണം വാങ്ങിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ ആ ഒരു പൂരിയുടെയും ആ ഒരു കോഫിയുടെയും ടേസ്റ്റ് എനിക്ക് അതിൽ നിന്നൊന്നും കിട്ടിയിട്ടില്ല. അന്ന് വാങ്ങിത്തന്ന ആ ഒരു കോഫിക്കും പൂരിക്കും അദ്ദേഹത്തിൻ്റെ സ്നേഹത്തിൻ്റെ വില ഉണ്ടായിരുന്നു. അതേ മനുഷ്യൻ തന്നെ 21 അങ്ങനെ ഒരു 30ഓളം ദിവസം ഒരു സ്പൂണ് വെള്ളം പോലും കുടിക്കാതെ, അതായത് ട്രക്യോസ്റ്റമി ചെയ്ത് ICUവിൽ ട്രക്യോസ്റ്റമി ചെയ്ത് കിടക്കുന്ന സമയത്ത് വായിലൂടെയും മൂക്കിലൂടെയും ഒക്കെ ട്യൂബ് ഇറക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ട്യൂബ് ഇറക്കിയിരിക്കുന്നത് കൊണ്ട് തന്നെ ട്രിപ്പ് ആയിട്ടാണ്, ഈ ട്യൂബിലൂടെയാണ് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ വായിലൂടെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റില്ല. ആ ഒരു സമയത്ത് ഒരാഴ്ചയൊക്കെ കഴിഞ്ഞപ്പോൾ ഈ നാവ് ഒരു തരം പ്ലാസ്റ്റിക് പോലെ ആകാൻ വേണ്ടിയിട്ട് തുടങ്ങി. നമുക്കറിയാം, എന്തൊക്കെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്തോട്ട് പോയാലും വായിലൂടെ നമുക്ക് ഭക്ഷണം പോയില്ല എങ്കിൽ ഒരു മനുഷ്യന് തൃപ്തിയാവില്ല. ഞാൻ ഈ ICUവിൽ കയറിപ്പോകുന്ന സമയത്ത് എനിക്കന്ന് ഭക്ഷണം വാങ്ങിച്ച് തന്ന, എൻ്റെ വിശപ്പ് മാറ്റി തന്ന, എനിക്കറിയാം ഞങ്ങൾ എവിടെയെങ്കിലും പോകുമ്പോൾ ചില ആളുകൾ വിശന്ന് കിടക്കുന്ന ആൾക്കാരുണ്ടാകും.
അപ്പോൾ അവരെ കാണുമ്പോൾ എൻ്റെ ഭർത്താവിൻ്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്ത് അവർക്ക് കൊടുക്കും, എന്തെങ്കിലും വാങ്ങി കഴിക്ക്. ഇന്നും അങ്ങനെ തന്നെയാണ്. അദ്ദേഹത്തിന് സാമ്പത്തികമില്ല. ആ ഒരു സമയത്താണെങ്കിലും ഒരു പാവപ്പെട്ട ഒരാളെ കാണുമ്പോൾ അദ്ദേഹം അങ്ങനെ എടുത്തു കൊടുക്കാറുണ്ട്. അപ്പോൾ അത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ ഒരു സ്പൂണ് വെള്ളത്തിന് എന്നോട് യാചിക്കാറുണ്ടായിരുന്നു ആ ICUവിൽ വെച്ച്. അപ്പോൾ അത്രയും നന്മയുള്ള ഒരു മനുഷ്യൻ പോലും ഒരു സ്പൂണ് വെള്ളത്തിന് യാചിക്കുന്ന ആ ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അന്ന് എൻ്റെ അടുത്തിരുന്ന ആൾക്കാരോടൊക്കെയും ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്. എൻ്റെ ഭർത്താവ് ഞാനൊരിക്കൽ വിശക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ടാണ് എനിക്ക് ജീവിതം തന്ന് എന്നെ ഇന്നും പോറ്റുന്നത്. ആ മനുഷ്യൻ ഇന്ന് എന്നോട് ഒരു സ്പൂണ് വെള്ളം വേണം എന്ന് ചോദിക്കുന്നത് കാണുമ്പോൾ എൻ്റെ ഹൃദയം തകർന്നു പോകുന്നു. അപ്പോൾ ഡോക്ടർമാരെല്ലാം വിധി എഴുതി ഇദ്ദേഹത്തിന് ഇനി രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കില്ല. അപ്പോൾ അവിടെ ആ ICUവിൽ വെച്ചിട്ടും അദ്ദേഹം ചോദിക്കുന്നത് എനിക്കെന്തെങ്കിലും വാങ്ങിച്ചു താ, എനിക്കെന്തെങ്കിലും ഫുഡ് വാങ്ങിച്ചു താ എന്നുള്ളതാണ്. അന്ന് ഞാൻ അള്ളാഹിൻ്റെ മുമ്പിൽ അത്രയേറെ യാചിച്ച് കരഞ്ഞ് നിലവിളിച്ച് ദുആ ചെയ്തിട്ടുണ്ട്. എൻ്റെ മനുഷ്യന് ഒരു ദിവസമെങ്കിലും ആയുസ് കൊടുക്കണേ, അദ്ദേഹം ചോദിച്ച ഭക്ഷണങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു ദിവസമെങ്കിലും അദ്ദേഹത്തെ ജീവനോടെ എനിക്ക് തരണേ, എനിക്ക് ആ കടങ്ങൾ തീർക്കാനാണ് എന്ന്. അത് കഴിഞ്ഞ് അദ്ദേഹം രക്ഷപ്പെട്ടു. ഞാൻ കൊണ്ടുവന്ന് അദ്ദേഹം ഇഷ്ടപ്പെട്ട ആഹാരങ്ങളൊക്കെയും ഞാൻ വാങ്ങിച്ചു കൊടുത്തു. അദ്ദേഹത്തിന് ഇഷ്ടമുള്ള സ്ഥലങ്ങളിലൊക്കെയും, അദ്ദേഹത്തിന് നടക്കാൻ പോലും കഴിയാത്ത സമയത്ത് എൻ്റെ ഇടുപ്പിൽ ഞാൻ അദ്ദേഹത്തെ ചേർത്ത് ഷോള് കൊണ്ട് കെട്ടി നടത്തി ഓട്ടോയിൽ കയറ്റിയിരുത്തി അദ്ദേഹം പറയുന്ന സ്ഥലങ്ങളിലെല്ലാം ഞാൻ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ നോക്കി. അപ്പോൾ അന്നൊന്നും ഒരാളോടും തന്നെ ഞാൻ യാചിച്ചിട്ടല്ല അദ്ദേഹത്തെ നോക്കിയത്. ചികിത്സയ്ക്ക് തന്നെ ഒരുപാട് ക്യാഷ് ചിലവായിട്ടുണ്ട്. അന്നും എൻ്റെ കയ്യിലുള്ള സ്വർണങ്ങൾ വിറ്റും അദ്ദേഹത്തിൻ്റെ സ്ഥാപനത്തിൽ നിന്ന് കടം വാങ്ങിച്ചും എൻ്റെ അമ്മയിൽ നിന്നും എൻ്റെ അമ്മ ജോലി ചെയ്യുന്ന വീട്ടിൽ നിന്നുമൊക്കെ ക്യാഷ് വാങ്ങിച്ചാണ് ഞാൻ ആ ഒരു ചികിത്സകൾ നടത്തിയത്. അത് കഴിഞ്ഞ് ഈ 2 വർഷവും ഒരുപാട് ബുദ്ധിമുട്ടുകളും കഷ്ടപ്പാടുകളും സഹിച്ചും ഒരുപാട് കാര്യങ്ങൾ വേണ്ട എന്ന് വെച്ചും ഒക്കെ തന്നെയാണ് ഞാൻ ഈ ഒരു കുടുംബത്തെ ഈ ഒരു രീതിയിൽ കൊണ്ടുപോകുന്നത്. പലപ്പോഴും ഞങ്ങളുടെ വീട്ടിൽ ഭക്ഷണം ഉണ്ടാക്കാറുമില്ല. അതിന് സാമ്പത്തികം തന്നെയാണ് അതിൻ്റെ കാരണവും. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ ഞാൻ ചിന്തിക്കുന്നത്, എൻ്റെ ഭർത്താവ് ഇതെല്ലാം കഴിഞ്ഞ് നോർമലായി അദ്ദേഹം പുറത്തിറങ്ങുന്ന സമയത്ത് ഒരിക്കലും എൻ്റെ ഭർത്താവിൻ്റെ അസുഖം കാരണം എൻ്റെ ഭർത്താവിൻ്റെ ഭാര്യയോ മക്കളോ ഒരാളുടെ മുമ്പിലും ചെന്ന് കൈ നീട്ടിയില്ല എന്ന് അദ്ദേഹം അറിയണം എന്നുള്ള രീതിയിൽ തന്നെ അഭിമാനിയായി തന്നെയാണ് ഞാൻ എൻ്റെ മക്കളെയും അദ്ദേഹത്തെയും നോക്കിയത്. ആ നോക്കിയ എൻ്റെ എഫേർട്ടിനെയും എൻ്റെ ഭർത്താവ് എന്നെ നോക്കിയിരുന്ന ആ ഒരു രീതിയെയുമൊക്കെ അപമാനിക്കുന്ന തരത്തിലുള്ള കമൻ്റ് കണ്ടപ്പോൾ അതിനെ എതിർക്കുക പോലും ചെയ്യാത്ത ആ സമ്മാനദാതാവിനെയും ആ കമൻ്റ് ഇട്ട വ്യക്തികളോടും എനിക്കൊന്നും തന്നെ പറയാൻ തോന്നുന്നില്ല. എല്ലാ മനുഷ്യരും ആരോഗ്യത്തോടെ ജീവിക്കുന്ന കാലത്താണ് ഇതൊക്കെയും ചിന്തിക്കുന്നത്. നമ്മൾ ഒരു ആരോഗ്യം നഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം എല്ലാവർക്കും വരും. എൻ്റെ ഭർത്താവിന് അതിന് കഴിവുണ്ട്, എൻ്റെ ഭർത്താവിന് അതിന് കഴിവുണ്ട് എന്ന് പറഞ്ഞ് അഹങ്കരിക്കുന്നവരെ നിങ്ങളൊക്കെ അനുഭവിച്ചതിനേക്കാൾ നല്ലൊരു ജീവിതം അനുഭവിച്ച ഒരാളാണ് ഞാൻ. നല്ലൊരു സേഫ്റ്റിയിൽ ഭർത്താവിൻ്റെ അതിയായ സ്നേഹം അനുഭവിച്ച ഒരാളാണ്. ഭർത്താവിൻ്റെ അതിയായ കെയറിങ് അനുഭവിച്ച ഒരാളാണ് ഞാൻ. ഞാനാണ് വെറും ഒരു സമ്മാനത്തിന് വേണ്ടിയിട്ട് എൻ്റെ ഭർത്താവിൻ്റെ കഴിവില്ലായ്മ കൊണ്ടാണ് ഞാൻ കൈനീട്ടിയത് എന്ന് പറയുമ്പോൾ എനിക്കൊന്നും പറയാൻ പറ്റുന്നില്ല. ഈ പറഞ്ഞത് ഒരു ശത്രുവായിരുന്നു എങ്കിൽ എനിക്ക് വലിയ വിഷമം തോന്നില്ലായിരുന്നു. ഞാൻ നിങ്ങളോട് അതാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്ക് എന്നെ തോൽപ്പിക്കാൻ സാധിക്കും സ്നേഹിച്ചുകൊണ്ട്. അതെൻ്റെ ഒരു മിത്രത്തിൻ്റെ വായിൽ നിന്നാണ് കേട്ടത് എന്ന് കണ്ടപ്പോൾ